തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയമുറപ്പ്. സുരേഷ് ഗോപി ഇത്തവണ തൃശൂർ ലോക്സഭാ മണ്ഡലം എടുക്കുമെന്നും 20,000 വോട്ടുകൾ വരെ ഭൂരിപക്ഷം നേടുമെന്ന വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തുടർച്ചയായ പ്രചാരണവും കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങളുടെ ചിട്ടയായ പ്രവർത്തനവും തൃശൂരിൽ BJPക്ക് വൻ വിജയം കൊണ്ടുവരുമെന്ന് തൃശൂർ BJP ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു. നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകളിൽ മികച്ച മുന്നേറ്റം തന്നെ സുരേഷ് ഗോപി നടത്തുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. അതിൽ തന്നെ ഹിന്ദു വോട്ടുകൾ ഏറെയുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. തൃശൂരിൽ മാത്രം ഏകദേശം 10,000 വോട്ടിലധികം സുരേഷ് ഗോപി മറ്റുള്ളവരേക്കാൾ അധികം നേടുമെന്നാണ് വിലയിരുത്തൽ. ഇവിടുത്തെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ സുരേഷ് ഗോപിക്ക് കേന്ദ്രീകരിച്ചു എന്നാണ് നേതൃത്വം കരുതുന്നത്. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന മേഖലയായ നാട്ടികയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചുവെന്നും വിലയിരുത്തലുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം 5,000 വോട്ടുകൾ പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇരിങ്ങാലക്കുടയിലും സുരേഷ് ഗോപിക്ക് മേൽക്കൈയുണ്ടെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. തൃശൂർ, ഇരിങ്ങാലക്കുട, നാട്ടിക നിയോജക മണ്ഡലത്തിലെ വൻ മുന്നേറ്റമായിരിക്കും സുരേഷ് ഗോപിയുടെ വിജയത്തിന് ചുക്കാൻ പിടിക്കുക. BJP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകൂടലിൽ ഹിന്ദു വോട്ടുകളുടെ ആധിക്യമുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ 10,000 വോട്ടുകളുടെ വരെ മുന്നേറ്റം സുരേഷ് ഗോപി നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് മുൻതൂക്കമുള്ള തീരദേശ മണ്ഡലമായ നാട്ടികയിൽ ഏകദേശം 5,000 വോട്ടുകളുടെ മുന്നേറ്റം സുരേഷ് ഗോപിക്കുണ്ടാവും. കരുവന്നൂർ ബാങ്ക് അഴിമതി കേസ് കത്തിനിൽക്കുന്ന കരുവന്നൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഇടതുപക്ഷ വോട്ടുകൾ വരെ ലഭിക്കുമെന്ന് കണക്കാക്കുന്നു. ഇവിടെയും സുരേഷ് ഗോപി 5,000 വോട്ടുകളുടെ വരെ ഭൂരിപക്ഷത്തിന് മുന്നേറും. അങ്ങനെയാണ് 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്റെ കണക്ക് വരുന്നത്. മണലൂർ, പുതുക്കാട് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി നേരിയ മുന്നേറ്റം ഇക്കുറി നടത്തുമെന്ന പ്രതീക്ഷയുണ്ട്. ഏകദേശം 1,275 ബൂത്തുകളുടെ കണക്കാണ് പരിശോധിച്ചത്. കഴിഞ്ഞ 3 വർഷമായി തൃശൂർ മണ്ഡലത്തിലെ സാന്നിധ്യമാണ് സുരേഷ് ഗോപിയുടെ പ്ലസ് പോയിന്റ്. നിരവധി സാമൂഹ്യ സേവനങ്ങൾ ഇക്കാലയളവിൽ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. ഇതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്കും സഹായം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ പൊതുവായ സാമൂഹിക വികസന പരിപാടികൾ വേറെയും നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാമുള്ള വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 2019 തന്നെ തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ മണ്ഡലങ്ങളിൽ 30,000 മുതൽ മുകളിലേക്ക് വോട്ടുകൾ ലഭിച്ചിട്ടുള്ളതുമാണ്.